നമസ്കാരം. പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. KSRTC ഡ്രൈവർ യദുവിന് സാമ്പത്തികമായി സഹായിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ചിലർ, യദുവിന്റെ ഇപ്പോഴത്തെ പ്രയാസത്തിൽ അദ്ദേഹത്തെ സഹായിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ചിലർ ഞാനുമായി ബന്ധപ്പെടുന്നുണ്ട്. അത്തരക്കാർക്ക് യദുവിന്റെ ബാങ്ക് അക്കൗണ്ട് തന്നെയാണ് ഞാൻ അയച്ചു കൊടുക്കുന്നത്. എന്റെ അക്കൗണ്ടിലേക്ക് പണം ഞാൻ സ്വീകരിക്കുന്നില്ല. ആ ബാങ്ക് അക്കൗണ്ടുകൾ, 2 ബാങ്ക് അക്കൗണ്ടുകൾ ഇന്ന് മറ്റൊരു കാരുണ്യ പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെച്ചേക്കാണ്. ആ 2 അക്കൗണ്ടുകളിലായി 5 ലക്ഷം രൂപ കളക്ട് ചെയ്യുന്ന തിരക്കിലാണ്. 80,000 രൂപയാണ് ഇതുവരെ അതിൽ ലഭിച്ചത്. ബാക്കി 4,20,000 രൂപ കൂടി നിങ്ങളുടെ കാരുണ്യത്തിനായിട്ട് കാത്തു നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആ ബാങ്ക് അക്കൗണ്ടുകളിൽ നടക്കുന്ന ഇടപാടുകൾ അതിനുവേണ്ടി മാത്രമാണ്. എൻ്റെ സ്വന്തം ഇടപാടുകൾ പോലും ഞാനതിൽ നടത്തുന്നില്ല. ചിലർ ആ അക്കൗണ്ടിലേക്ക് ചെറിയ സാമ്പത്തിക സഹായം അയച്ച ശേഷം ഇത് യദുവിന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എന്നോട് ആവശ്യപ്പെടുന്നുണ്ട്. ഒരിക്കലും അങ്ങനെ കൊടുക്കാൻ കഴിയില്ല എന്നറിയിക്കട്ടെ. മറ്റ് സാമ്പത്തിക ഇടപാടുകൾ അതിൽ നടത്തില്ല എന്നത് തീരുമാനമാണ്. അത് ചെയ്യാൻ പാടില്ലാത്തതുമാണ്. 5 ലക്ഷം രൂപ തികയുന്നവരെ, ആ ഒരു സഹായം ചെയ്യുന്നത് വരെ മറ്റിടപാടുകൾ അതിനകത്ത് നടത്തില്ല എന്നതുകൊണ്ട് ആ ഒരൊറ്റ ആവശ്യത്തിനുള്ള ഇടപാടുകൾ മാത്രമാണ് അതിൽ നടക്കുന്നത്. അതുമാത്രം നിങ്ങൾ അവിടെ സഹകരിക്കുക. 4,20,000 രൂപ ഇനി കളക്ട് ചെയ്യാനുണ്ട്. നിങ്ങളുടെ കാരുണ്യത്തിന് വേണ്ടി, എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളുടെ കാരുണ്യത്തിന് വേണ്ടിയാണ് കാത്തു നിൽക്കുന്നത്. അക്കൗണ്ട് നമ്പർ ഇതിന്റെ കമന്റ് ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട്. ഈ കാണുന്ന ഗൂഗിൾ പേ, ഫോൺ പേ നമ്പറുകൾ തന്നെയാണ് അത്. പക്ഷെ യദുവിന് നിങ്ങൾ സാമ്പത്തിക സഹായം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഈ വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് യദുവിന്റെ അക്കൗണ്ട് നമ്പർ അയച്ചു തരും. അതിലേക്ക് നിങ്ങൾ സാമ്പത്തിക സഹായം ചെയ്താൽ മതി. ഒന്നുകൂടി ഓർപ്പിക്കട്ടെ, 4,20,000 രൂപ കൂടി നിങ്ങളുടെ കാരുണ്യത്തിന് കാത്ത് ഇരിക്കുകയാണ്. സഹകരിക്കുക.